ബസ്സിൽ പോകുമ്പോ ഇവിടെ ഒരു ലെറ്റർ ചുരുട്ടിയിട്ട് അത് പോയി എടുത്ത് അതിനകത്ത് എഴുതിയിരുന്ന എന്നെ കുറിച്ചൊക്കെ എഴുതി വെച്ചിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഇത്തിരി മണ്ടത്തരമുണ്ട്. അത് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പൊളിയൻ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂട്യൂബർ വിഷ്ണു സിനി അവരുടെ പുതിയ പാലുകാച്ച് കഴിഞ്ഞ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ അങ്ങോട്ട് പോവാം. ഹായ്. പാലുകാച്ചൊക്കെ കഴിഞ്ഞ പുതിയ വീടൊന്ന് കാണാൻ വേണ്ടി വന്നേന്ന്. തീർച്ചയായിട്ടും വരാം. എങ്ങനെ വീട് എങ്ങനെ 40 ലക്ഷം രൂപ ചെലവാക്കിയ വീടെന്ന് പറഞ്ഞു, ശരിയാണോ? യൂട്യൂബ് വരുമാനം കൊണ്ടാണോ ഈ വീട് വെച്ചത്? ഫസ്റ്റ് അറിയേണ്ടത്. സത്യാവസ്ഥ എന്താണെന്ന് ചേട്ടൻ പറയും. കാരണം ചേട്ടനാണ് അത് പറയേണ്ട യഥാർത്ഥ അവകാശി. ചേട്ടൻ തന്നെ പറയട്ടെ. ഒരുപാട് കമന്റ് ഒക്കെ വന്നായിരുന്നു. ഇത് എന്റെ അമ്മയുടെ കുടുംബോഹരിയാണ് ഈ വസ്തു. പിന്നെ എനിക്ക് കുടുംബ വീടുണ്ട്, 17 സെന്റ് തറയും വീടുണ്ട്. അതെന്റെ അനിയന് എഴുതി കൊടുത്ത്. അപ്പോൾ അതിന്റെ ഓഹരി ഞാൻ ഒരു 16.5 ലക്ഷം രൂപയോളം തന്നു. പിന്നെ ഇവിടെ സ്വർണം മൊത്തം 15 ലക്ഷം രൂപ പുറത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബിലെ ഇതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെ അത് എനിക്ക് പറയാൻ വലിയ ആഗ്രഹമാണ്. യൂട്യൂബിലെന്ന് വെച്ചാൽ നമ്മള് ഷോർട്സ് മാത്രം ഇടുന്നവരാണ്. ലെങ്തി വീഡിയോ ഇടാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. നമ്മൾ ഓടി വരും, ഒരു കണ്ടന്റ് ഷോമ്മയുടെ അടുക്കള വെച്ച് ചെയ്യും, ഡെയിലി ഒരെണ്ണം വെച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിരിക്കാം. ഷോർട്സ് വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബ് ചെയ്യുന്നവർക്ക് അറിയാം ഭയങ്കര വരുമാനം കിട്ടുന്നത്. കാരണം കണ്ടന്റ് മാത്രമാണ്, 59 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തുച്ഛമായ വരുമാനം മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ലക്ഷങ്ങളുടെ സംഭവം എന്താണെന്ന് നമുക്ക് വലിയ പിടിയില്ല. എന്നാലും നമുക്ക് ഉള്ളതുപോലെയൊക്കെ കഴിഞ്ഞു പോവാം. നമുക്ക് ആഗ്രഹമുണ്ടല്ലേ വലിയ വീഡിയോ ചെയ്യണമെന്ന്. അതെ, നമുക്ക് ആഗ്രഹമുണ്ട് യൂട്യൂബ് വരുമാനം കൊണ്ട് വീട് വെക്കാനും കാറൊക്കെ വാങ്ങാനും. പക്ഷെ ഇനി ദൈവം സഹായിച്ച് നടക്കട്ടെ. അതെ. ഈ ഇലക്ട്രീഷ്യൻ ആയിരുന്ന ചേട്ടൻ എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിപ്പെടുന്നത്? ടിക്ടോക്ക് ആയിരുന്നല്ലേ ഫസ്റ്റ് ചെയ്തത്? ടിക്ടോക്ക് തന്നെ. ടിക്ടോക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ ആദ്യം. ാണ് അവൻ നടക്കുന്നത്. ഒരു ദിവസം നമ്മൾ രണ്ടുപേരും ചെയ്തില്ലെങ്കിൽ അന്ന് അവൻ ആത്മഹത്യ ചെയ്യും. അത് പേടിച്ചപ്പോ നമ്മൾ നേരത്തെ ചെയ്യണം വീഡിയോകള്. ഇതിന്റെ പിന്നെ അതായത് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ കാരണം ചേട്ടൻ എന്നും ജോലിക്ക് പോവും, വരും ജോലിക്ക് പോവും. ആ ഒരു ഇതല്ലാണ്ട് എൻ്റെ ഭാഷയെ പറഞ്ഞ അൺറൊമാൻറ്റിക് മൂരാച്ചി ആയിരുന്നു ചേട്ടൻ. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ടൈം പാസ്, എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് വേണ്ടേ എന്ന് കരുതി അന്നത്തെ കാലത്ത് ഈ മ്യൂസിക്കലി ഇറങ്ങിയ ടൈമാണ്. അപ്പോൾ ഞാൻ ചേട്ടനെ നിർബന്ധിക്കും, ഒന്ന് പ്ലീസ് ഒരെണ്ണം ഞാൻ ചെയ്തോട്ടെ. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പം ടിക്ടോക്ക് ആയി. പിന്നെ ടിക്ടോക്ക് ആയി. പക്ഷെ എങ്കിൽ പോലും ചേട്ടൻ അതിനുള്ളതൊന്നും എനിക്ക് തന്നിരുന്നില്ല. മോർഫിയും അത് നിനക്ക് അറിഞ്ഞൂടാ, സോണിയിലൊന്നും പെൺപിള്ളേർ വന്നൂടാ. മുമ്പ് കാലത്ത് അങ്ങനെയായിരുന്നു. അന്ന് കപ്പിളൊന്നും വലുതായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. ആ സമയത്താണ് നമ്മള് വീഡിയോ ചെയ്ത് തുടങ്ങിയത്. എത്ര വർഷമാവും? അതായത് ടിക്ടോക്ക് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു 7 വർഷമാവില്ല, അത്രേ ഉള്ളു, 10 ആവില്ല. ടിക്ടോക്കിന് തൊട്ട് മുന്നേ മ്യൂസിക്കലി ഉള്ള ടൈം ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെ ഞാൻ ഉറക്കം കെടുത്തുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഗതികേട് കൊണ്ട് ചേട്ടൻ ഫീൽഡിൽ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അല്ല, ആദ്യം പ്രൈവറ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തത്. പ്രൈവറ്റ് ആയിട്ടായിരുന്നു നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തത്. സപ്പോർട്ട് കിട്ടിയില്ല. നല്ല തെറിവിളിയൊക്കെ ആയിരുന്നു ബന്ധുക്കളെ എന്നൊക്കെ. പിന്നെ എന്തൊരു കോമാളിത്തരം കാണിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ തെറിവിളിയായിരുന്നു. അപ്പോഴാ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞത് പ്രൈവറ്റ് ആയിട്ട് കളഞ്ഞത് പബ്ലിക് ആക്കാൻ പറഞ്ഞു. പബ്ലിക് ആക്കി. അന്നിൽ ലൈക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഓരോ വീഡിയോകൾ ചെയ്ത് ഇപ്പം അതിൽ ഒരു വീഡിയോ നമ്മളിവിടെ മാമിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ മോനെ വീഡിയോ ആയിരുന്നു, വേഷം കെട്ടി വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു കല്യാണ ചെറുക്കൻ്റെ വെണ്ണെ വേഷം കെട്ടി ഒരു ഉണക്കമീൻ തിരുന്ന ഒരു കോമഡി വീഡിയോ ഉണ്ട്. അത് കയറി ക്ലിക്കായി. വേഷം കിട്ടി. അത് കൃത്യമായി ഒറിജിനൽ കല്യാണം പോലെ നമ്മൾ സെറ്റ് ചെയ്ത് ബാക്കി വെള്ള മുണ്ടൊക്കെ വെച്ച് പഴയ മോഡൽ സ്വർണ്ണ മാലയൊക്കെ ഇട്ട് എടുത്തിട്ട് മണ്ടന്റെ ലുക്ക്, അതായത് ഇങ്ങനെ വൗരെടുത്തിട്ട് മണ്ടന്റെ ലുക്കൊക്കെ ആയി. അന്ന് ചേട്ടൻ എപ്പോഴും മണ്ടന്റെ ഫിഗർ ആണ് ചെയ്യുന്നത്. അതിന് പറ്റിയ ഫിഗർ ആയിരുന്നു. മുടിയുണ്ടല്ലോ, മുടിയുണ്ട്, ഇത്രയില്ല. അത് സ്വാഭാവികമായിട്ട് ഇത്തിരി മണ്ടത്തരമുണ്ട്. അത് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വീട്ടിലകത്തോട്ട് പോവാം. ഇതാണ് നിങ്ങളുടെ കൊട്ടാരം അല്ലേ? അതെ, നമ്മുടെ കൊട്ടാരം. കൊച്ചു കൊട്ടാരം ഒന്നുമില്ല, അത്യാവശ്യം വലിയ കൊട്ടാരം തന്നെ. കൊച്ചല്ലേ അത് അല്ലേ? കഷ്ടപ്പെട്ട് വെക്കുന്ന വീട്. ഇതാണ് ഒറിജിനൽ അമ്മ. അമ്മ എന്തുകൊണ്ട് വിശേഷം? ഒറിജിനൽ വിഷുചേട്ടന്റെ അമ്മ. ഇത് ഒറിജിനൽ അമ്മ. ഇത്
ഞാനും ഒറിജിനൽ ഒറിജിനൽ അമ്മയാണ്, എന്നാലും കണ്ടന്റിന് വേണ്ടി വന്ന് എത്തിപ്പെട്ട് പിന്നെ ഒറിജിനൽ അമ്മ ആയതല്ലേ. അമ്മേടെ പേരെന്തായിരുന്നു? ഹേമ. ഹേമ. അമ്മേടെ പേരെന്തായിരുന്നു? ശോഭ. ഉണ്ട്. ഹാപ്പിയാണ്? ഓ ഹാപ്പിയൊക്കെ തന്നെ, സന്തോഷം തന്നെ. സന്തോഷം. എന്തായാലും വീടായല്ലേ. അച്ഛൻ 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 മരിച്ചിട്ട് 3 വർഷമായി. 3 വർഷമായി. നിങ്ങളെ ലവ് മാരേജ് ആയിരുന്നാ? അത് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? എങ്ങനെ കല്യാണം ഗംഭീരമായിട്ട് നടത്തിയ. എങ്ങനെ അമ്മ സമ്മതിച്ചാ ഫസ്റ്റ് വന്നപ്പോ? എന്ത് പറഞ്ഞു? അവന് ഇഷ്ടപ്പെട്ട നമ്മൾ പിന്നെ തടയും കാര്യമില്ലല്ലോ, അവന് ഇഷ്ടപ്പെട്ടു. അപ്പൊ സമ്മതിച്ചില്ല. അത് അച്ഛനുള്ള ടൈം ആയിരുന്നു. അച്ഛൻ അങ്ങനെ സപ്പോർട്ടായിരുന്ന? അച്ഛനും അമ്മയും കൂടെ ഇവരെ വീട്ടില് ഞാൻ പ്രശ്നം ഉണ്ടാക്കി ഇവരങ്ങനെ പെണ്ണ് വയ്ക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് എന്താ കുളമാക്കിട്ട് വന്ന് രണ്ടും കൂടെ. ആര് പോയാ? എന്നിട്ട് പിന്നെ കുളമാക്കിട്ട് പിന്നെ എങ്ങനെ സെറ്റാക്കി എടുത്ത്? ഇല്ല, അത് ഇടൂല കേട്ടോ, വേണ്ട, അത് ഇടൂല. ഇട്ടോ? അപ്പൊ ഇട്ടോളാം. അവന്റെ വശത്തായിട്ട് നിൽക്കും. അപ്പൊ ജനലിൽ അടിച്ചു പൊട്ടിച്ചോടെ സമ്മതിച്ച അമ്മ? അപ്പൊ വിരട്ടി സമ്മതിപ്പിച്ചതാ കല്യാണം അല്ലേ? ഇതങ്ങനെ ആരും അങ്ങനെ അറിയാത്തൊരു കഥ. അങ്ങനെ എവിടെ വെച്ചാ പരിചയപ്പെട്ട? എല്ലാം നമ്മുടെ വിഷ്ണു അമ്പലത്തിന്റെ ഇത് തന്നെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ട് തന്നെ. ഇതെല്ലാം ചേച്ചിയുടെ സ്ഥലം എവിടെയായിരുന്നു? ഇത് തന്നെ ഇവിടെ തന്നെ. രണ്ടുപേരും ഒരേ സൈഡ് വിഷ്ണുവിന്റെ വീടും ഇടത് സൈഡ് സിനിയുടെ വീടും. സൈഡിലാണ് അമ്മയുടെ വീട്. ആരാ ഫസ്റ്റ് പ്രപ്പോസൽ ചെയ്ത ആരാ? ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ചേട്ടനാ. അല്ല അങ്ങനെയല്ല. ഇവിടെ എന്നെ നോക്കുന്നുണ്ട്, ഞാൻ അവളെ നോക്കും. ഞാൻ ബസ്സിൽ പോകുമ്പോ ഇവിടെ ഒരു ലെറ്റർ ചുരുട്ടിയിട്ട് അത് പോയി എടുത്ത് അതിനകത്ത് എഴുതിയിരുന്ന് എന്നെ കുറിച്ചൊക്കെ എഴുതി വെച്ചിരുന്നു. അത് വെച്ച് ഇവർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടത്തിലുള്ള വേറെ ആരോട്ട് ഇഷ്ടത്തിലാണെന്ന് വിചാരിച്ചു. ഈ പേപ്പർ കിട്ടിയപ്പോ എന്റെ പേരുണ്ടോ എന്നെയാണെന്ന്. അങ്ങനെ അങ്ങോട്ട് കയറി. ഞാൻ പക്ഷെ ഉദ്ദേശിച്ച പിറകെ നടക്കാൻ ഒരു കോഴി വേണം, പിറകെ നടക്കാൻ ഒരു കോഴിച്ചക്കം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. അന്ന് ഫാൻസ് ഒക്കെ ഉള്ള ടൈം ആയിരുന്നു ചേട്ടന്? ഇല്ലല്ലോ, 2008 കാലഘട്ടം പറയുന്നത്. ഇപ്പൊ അന്ന് സോഷ്യൽ മീഡിയയില് ഞാൻ 8 പഠിക്കില്ലേ, 2008 കാലഘട്ടത്തിലാണ്. ഫോണൊന്നും അങ്ങനെയല്ല. ചേട്ടന് മാത്രമേ ഉള്ളൂ തോന്നുന്നു ഫോണ്. എനിക്ക് ഫോണുണ്ട്. ചേട്ടന് മാത്രമേ ഫോൺ. ഞാൻ ഫോൺ ഇറങ്ങിയ കാലം മുതല് ഫോൺ എല്ലാം ട്രെൻഡിങ്ങിലുള്ള ആളാ. അപ്പൊ അങ്ങനെ ഇതുവരെ എത്തി. ഇപ്പൊ എങ്ങനെ ഹാപ്പിയാണ്? 2 മക്കളായി. ഹാപ്പിയാണ്. എല്ലാം എന്താ പറയാ, എല്ലാം നമ്മുടെ ഈ വിഷ്ണു അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ നടന്നത്. ഫുള്ള് കാര്യങ്ങളും എനിക്കെല്ലാം ബന്ധപ്പെട്ട് എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ടാ നടന്നിട്ടുള്ള. അതുകൊണ്ട് നമ്മുടെ എല്ലാം വിഷ്ണുവായിട്ട് റിലേറ്റ് ചെയ്താ ഇത് നടന്നിട്ടുള്ള. അതുകൊണ്ട് പിന്നെ ഞങ്ങള് അവിടെ തന്നെ വന്ന് എത്തി. അവസാനം ഇവിടുന്ന് പോണോന്ന് വിചാരിച്ച് പോയവരാ വീണ്ടും ഇവിടെ കൊണ്ട് എത്തിച്ചു. റോഡ് സൈഡിൽ വീട് വെച്ച് തരും. അവരൊക്കെ സമീപിച്ച് വീട് വെക്കാനുള്ള എല്ലാം 40 ലക്ഷം രൂപ കണ്ടാണെന്ന് പറഞ്ഞു ഒരു ബഡ്ജറ്റ്. ആ രീതിയിൽ വീട് വെച്ച് തരാന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു ഇവിടെ വന്നപ്പം ഇവരെ വീട്ടുകാരെല്ലാം കൂടെ വേണ്ട, അത് പറ്റത്തില്ല, ഇവിടെ തന്നെ. അല്ല, അത് മെയിൻ കാരണം ശോഭമ്മയാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ഈ വീട് വെക്കാൻ കാരണം ശോഭമ്മയാണ്. ശോഭമ്മ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ്. എങ്ങും പോണ്ട മക്കളെ, ഈ മുറ്റത്ത് അമ്പലവും വഴിയില്ലെന്ന് പറഞ്ഞു. ഇതൊരു വഴി ഇല്ലായ്മയാണോ? അല്ല, ഇത്രയും വലിയൊരു വീട് വെക്കുമ്പോ ശകലൊരു വഴി വേണം അല്ലേ വണ്ടി കയറണം. എങ്കിൽ കൂടി ഇത് വിട്ടിട്ട് ഇത്തിരി ഉള്ളിലോട്ട് പോയൊരു വഴി ഉണ്ടെന്നും പറഞ്ഞു മേടിച്ച എന്തൊരു. അല്ല, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ മെയിൻ റോഡിലോട്ടല്ലേ, കുറച്ച് അതായത് 30 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. ഇറങ്ങുന്നത് കറക്റ്റ് ബസ് റൂട്ടുള്ള ഒരു ബസ് റൂട്ടിലൂടെ ഇത് മെയിൻ സിറ്റി റോഡ് തന്നെ. റോഡൊക്കെ ശകല ഒരു വഴിയുടെ പ്രശ്നമേ ഉള്ളൂ അല്ലേ? ശകല അത്രേ ഒന്നെങ്കിലും വഴിയാവും. അപ്പൊ വീട് കംപ്ലീറ്റ് ആയി നമുക്ക് വഴി കിട്ടി. ഈ വീട് പൂർത്തീകരിക്കാൻ വഴി എന്തായാലും കിട്ടി. എന്നെ ശോഭ ഇരുത്തി ബ്രെയിൻ വാഷ് ഇവിടെ ഒരു മതില് പൊളിഞ്ഞു കിടന്നുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് ഇതെല്ലാം കിട്ടിയത്. അത് വഴി ഉണ്ടായിരുന്നു. നമ്മളെ വീട് വെക്കേണ്ട ഭാഗം തന്നെ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഇന്റീരിയലൊക്കെ ചേച്ചിയുടെ ഐഡിയ ആണ്? ഇന്റീരിയറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ വീടിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ചേട്ടന്റെ കോൺട്രാക്ടർ സുനിൽ കോൺട്രാക്ടർ ശ്രീപാദം കോൺട്രാക്ടർ തന്നെയാണ് ഇതെല്ലാം നമുക്ക് ചെയ്തത്. പക്ഷെ ഇതിന്റെ അകത്ത് ഈ വീടിന്റെ ഏറ്റവും ഭംഗിയൊക്കെ കാര്യം എന്ന് വെച്ചാൽ ഇന്റീരിയർ വർക്ക് തന്നെയാണ്. എല്ലാവരും വന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ ലൈറ്റ് അറേഞ്ച്മെന്റ്. കാരണം ഈ ലൈറ്റിന്റെ ഫുള്ള് കാര്യങ്ങള് എന്റെ അനിയൻ സോനു പിന്നെ ചേട്ടൻ ഇവരെ
മെയിൻ സംഭവം ഈ കബോർഡും കിച്ചന്റെ വർക്കും ഇതെല്ലാം കിച്ചൺ കൊള്ളാം കേട്ടോ, കിച്ചൺ ആ, വെറൈറ്റി അതെ ആയിട്ടുണ്ട്. അതെ. അപ്പൊ നസീം നിത ട്രേഡേഴ്സ് എന്നാണ് കേട്ടോ അവരാ നമുക്ക് ചെയ്തു തന്നത് കേട്ടോ. കിച്ചണൊക്കെ കൊള്ളാം. അതാണ് എല്ലാവർക്കും ഈ ഒരു കളർ കോമ്പോയും കളർ കോമ്പോ എല്ലാം മൊത്തത്തില് ഇഷ്ടമായത്. അപ്പൊ നിങ്ങളെ സ്വപ്ന വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ. എന്ത് പറയുന്നു പ്രേക്ഷകരോട്, എന്താ പറയുന്നത്? ഇത്രയും പ്രേക്ഷകരോട് ഒരുപാട് പേര് ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്ന് വെച്ച ഒരു വീടാണ് അല്ലേ? നമ്മളെക്കാട്ടി കൂടുതൽ നമ്മുടെ പ്രേക്ഷകരാണ് നമ്മൾ വീട് വെച്ച് കാണണം എന്ന് ആഗ്രഹിച്ചത്. കാരണം ഒരുപാട് കമന്റ്സ് നമുക്ക് വരും, നിങ്ങളെന്നാ ഒരു വീട് വെക്കുന്നത്, നിങ്ങളെന്നാ ഒരു വീട് വെക്കുന്നത്, ഇതുപോലെ വിഷ്ണുസിനെ നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ ഒടുവില് ഞങ്ങളെ സ്വപ്നം വീഡിയോ എടുക്കാൻ ഒരു വീടില്ലായിരുന്നു സത്യത്തിൽ. വീഡിയോ എടുക്കാൻ വേണ്ടി വീട് വെച്ച മാതൃകാ ദമ്പതികൾ എന്നുള്ള ഒരു പേര് നമുക്കായി. പക്ഷെ ഞങ്ങൾ അതിന്റെ പിന്നെ ഒരുപാട് കിടന്ന് ഓട്ടമായിരുന്നു കേട്ടോ. പരക്കം കല്യാണം കഴിഞ്ഞ അന്ന് പോലെ വീട് വെക്കാൻ ശ്രമിച്ചു. നമ്മള് ഒരു 5 വർഷം മുമ്പ് വീട് വെക്കാൻ വേണ്ടി പ്ലാൻ വേറെ വരച്ചതാ. അപ്പോഴേക്ക് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ആയി. എന്തെങ്കിലും ഒരു ബ്രാൻഡിന്റെ ആഡോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാവുന്നത്. ഇപ്പൊ എമ അതുപോലുള്ള നമുക്കൊരു റൂം നല്ല കാര്യങ്ങളൊന്നും ഇല്ല. അവര് ബെഡിന്റെ പരസ്യം തന്ന സമയത്ത് തന്നെ നമുക്കൊരു നല്ല റൂം വേണം. അവർ പറയുന്നുണ്ട് നല്ല റൂമിന് ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് നല്ല റൂം ഇല്ല. പിന്നെ വേറെ ഇവിടെ ആരെ വീട്ടിലടി പോയത്? ഇല്ല. പ്രേക്ഷകർക്ക് വീട് ഇഷ്ടമായെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് പ്രേക്ഷകർ ലാസ്റ്റ് വല്ലതും പറയാം? ഒത്തിരി സന്തോഷം. നമ്മളെക്കാൾ ഉപരി ഒരുപാട് കമന്റ്സ് പ്രേക്ഷകരിൽ നിന്ന് വന്ന് എന്നാ ഇനി നിങ്ങളൊരു വീട് വെച്ച് കാണുന്നേ, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹവും നമ്മുടെ ആഗ്രഹവും നടന്നു, നമുക്കൊരു വീടായി. ഒത്തിരി സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ദൈവാനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീട് കിട്ടിയത് നമുക്ക്. താങ്ക് യു. ഓക്കെ എന്നാ അപ്പൊ ഒരുപാട് നമുക്ക് സന്തോഷം. ശരി എന്നാ ഓക്കെ. ഓക്കെ.